ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം. എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം തായ്വേരിന്റെ ബലം ഡോക്ടർ എം.എൻ. കാരശ്ശേരി ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം. എം.ടിയുടെ ലോകത്തേക്ക് നന്നേ കുട്ടിക്കാലത്തു തന്നെ നഗരം കടന്നുവരുന്നു. അച്ഛനും നഗരവും അന്ന് കേട്ടുകേൾവിയായിരുന്നു. പണത്തിലും പ്രതാപത്തിലും കുടികൊണ്ടിരുന്ന ആ പുകഴ്ചകൾ എത്രയോ അകലത്തായിരിക്കുമ്പോഴും ഏറെ അടുത്തായിരുന്നു. ദൂരണ്ടോ മുത്താച്ചി? കൊളംബിലിക്കോ? അല്ല, അവിടേക്കേ, വടക്കാപ്പാട്ടേക്ക്. നാലുകെട്ടിലെ അപ്പുണ്ണിയുടെ ബാല്യകാലത്ത് അകലെയുള്ള നഗരവും അടുത്തുള്ള തറവാടും തമ്മിൽ ഇടകലരുന്ന ചിത്രമാണിത്. ജീവിത വിജയം നേടാൻ ദരിദ്രമായ നാട്ടിൻപുറത്തെ ഉപേക്ഷിക്കുകയും സമ്പന്നമായ നഗരത്തെ ആശ്രയിക്കുകയും ചെയ്യുക, ഇതാണ് എം.ടിയുടെ കഥാനായകന്മാരുടെ രീതിശാസ്ത്രം. വിദേശമായ വയനാട്ടിൽ പോയി അപ്പുണ്ണിയും കോഴിക്കോട്ട് ഹോട്ടൽ കച്ചവടം നടത്തി ശേഖരൻ നായരും പണക്കാരായി ഗ്രാമത്തിൽ തിരിച്ചെത്തുന്നു. സേതുവിൻ്റെ മോചന കവാടവും നഗരം തന്നെ. നിരവധി ചെറുകഥകളിലും ഈ പതിവ് പുലരുന്നു. ബന്ധനത്തിലെ കഥാഗതി തന്നെ നല്ല ഉദാഹരണം. എന്തിന്, ഈ കഥാകൃത്ത് താൻ തന്നെയും നഗരത്തിൽ ചെന്ന് അറബിപ്പൊന്നിൻ്റെ കള്ളക്കച്ചവടം നടത്തി സമ്പന്നനാകാൻ ആഗ്രഹിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ ആ കച്ചവടത്തെപ്പറ്റി നോവൽ എഴുതാൻ മെനക്കെടുകയും ചെയ്തതായി അറബിപ്പൊന്നിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ പുറപ്പെട്ടുപോയി നാഗരികന്മാരാകുന്നതും സമ്പന്നന്മാരാകുന്നതും ചീത്തയാകുന്നതും പുരുഷന്മാരാണ്, ഭർത്താക്കന്മാരാണ്, അച്ഛന്മാരാണ്. പതനം എന്ന കഥയിലെ കഥാപാത്രത്തിൻ്റെ ആലോചന മിടുക്കൻ എൻ്റെ മറന്നുപോയ ഓമനപ്പേരായിരുന്നു എന്നാണ്. പൊതുവെ ഈ കഥാപാത്രങ്ങളുടെ മൂല്യബോധം മിടുക്കിൽ സംഗ്രഹിക്കാം. ആ ഓമനപ്പേര് വിളിച്ചു കേൾക്കാൻ മിക്കവരും കൊതിക്കുന്നു. സമ്പത്തിനും കോയ്മയ്ക്കും വേണ്ടി അവർ മുന്നും പിന്നും നോക്കാതെ ചൂതാടുന്നു. നഗരം അവർക്ക് കളമൊരുക്കുന്നു. ഈ പരക്കമ്പാച്ചിലിനിടയിലും മിക്കവരും എളുപ്പം ഭൂതകാലത്തിലേക്ക് വീണുപോകുന്നു. അവരുടെ കാറുകളിൽ റിവേഴ്സ് ഗിയർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. കാറിൽ മുന്നോട്ടു പോകുമ്പോഴും അവർ ഓർമ്മയിൽ പിന്നോട്ടു പായുകയാണ്. ഒരുതരം ഊഞ്ഞാലാട്ടം. ഏത് നേരത്തും ഫ്ലാഷ് ബാക്കുകൾ തെളിയുന്ന യവനയായി ഇവിടെ മനസ്സ് കോലം മാറുന്നു. 37-ൽ പരവശരായി കഴിഞ്ഞ അവർ ഏത് നഗരത്തിലും സ്വന്തം ഗ്രാമത്തിൻ്റെ ഒരു കീറും ചുവന്ന് ജീവിക്കുന്നു. കുട്ടിക്കാലത്ത് ശേഖരിച്ച ഒരു പിടി കുന്നിക്കുരു ഇപ്പോഴും കീശയിലുണ്ട്. ഈ പറയുന്ന കുട്ടിക്കാലം അവരിൽ മിക്കവർക്കും കയ്പേറിയത് തന്നെ. പട്ടിണിയും അപമാനവും സ്നേഹശൂന്യതയും മാത്രം കൊണ്ടുവന്ന നാളുകൾ. അന്നത്തെ സ്വപ്നം മാത്രമായിരുന്നു നഗരം. അതൊരു വിശിഷ്ടദേശം കൂടിയായിരുന്നു. അപ്പുക്കുട്ടൻ്റെ പളുങ്ക് എംബ്രാൻകുട്ടിയുടെ മൗത്തോർഗനേക്കാളും മുന്തിയതാണ് എൻ്റെ മൂങ്ങ. അതേ, കൊളംബിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിന്റെ ഓർമ്മയ്ക്ക്. ആ ബാലനെ സംബന്ധിച്ചിടത്തോളം കൊളംബ് പ്രിയപ്പെട്ടതായിത്തീരുന്നത് അതൊരു പേരുകേട്ട നഗരമായതുകൊണ്ട് മാത്രമല്ല, തൻ്റെ അച്ഛൻ്റെ സ്ഥലമായതുകൊണ്ട് കൂടിയാണ്. അത് കയ്യെത്താത്ത ഉയരത്തിലാണ്. അച്ഛൻ വിണ്ണും അമ്മ മണ്ണും ആയി വകതിരിഞ്ഞു നിൽക്കുകയാണ്. എം.ടിയുടെ മണ്ഡലത്തിൽ നഗരം അച്ഛൻ്റെയും നാട്ടിൻപുറം അമ്മയുടെയും രൂപഭാവങ്ങൾ കൈവരിക്കുന്നു. സമ്പത്തും അപരിചിതത്വവും മിടുക്കും നീതി നടത്തുന്ന നഗരം. ദാരിദ്ര്യവും വ്യക്തിബന്ധങ്ങളും നിസ്സഹായതയും പുലരുന്ന നാട്ടിൻപുറം. എം.ടി നഗരത്തെ പേടിച്ചു, നാട്ടിൻപുറത്തെ സ്നേഹിച്ചു. കർക്കിടകം എന്ന കഥ തുടങ്ങുന്നു. മിഥുനം കർക്കിടകം കാലത്തെ മഴ അമ്മയെപ്പോലെയാണ്. ഓർക്കാതിരിക്കുമ്പോഴാണ്, നല്ല നേരമാണെന്ന് വിചാരിച്ചടുക്കുമ്പോഴാണ് പൊട്ടിച്ചാടുക. ഇടിയും മഴയും തുടങ്ങിയാൽ സ്കൂളിൽ വരുന്നതും പോകുന്നതും മാത്രമല്ല വിഷമം, വിശപ്പും. കർക്കിടകം പിറന്നാളിൻ്റെ, പട്ടിണിയുടെ, സ്വന്തം ഗ്രാമത്തിൻ്റെ, അമ്മയുടെ ഓർമ്മയാണ്. ഗ്രാമം മാതൃത്വമാകുന്നു. വിലാപയാത്രയിലും മറ്റു രചനകളിലും കാണുന്നത് പോലെ അച്ഛൻ നഗരം തന്നെ. വളരെ അകലെ നഗരത്തിലാണ് അദ്ദേഹം. മാസം തോറും ധാരാളം പണം അയക്കും. അതേ നഗരത്തിൽ നിന്നാണ്, കൊളംബിൽ നിന്നാണ് ചതിയുടെ ആദ്യത്തെ അനുഭവം വരുന്നത്. അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നിരുന്ന ലീല എന്ന പെൺകുട്ടി ആരോ പറഞ്ഞു കേട്ടതുപോലെ ഏതോ സ്നേഹിതന്റെ മകളല്ല,
അദ്ദേഹത്തിൻ്റെ തന്നെ മകളാണ് എന്ന അറിവ് ബാല്യസ്മൃതിയിലെ ചന്നിനായകമാകുന്നു. നഗരം ക്യാപിറ്റൽ തന്നെ, മൂലധനം എന്ന അർത്ഥത്തിലും അധികാര കേന്ദ്രം എന്ന അർത്ഥത്തിലും. പിതൃവിരോധത്തിൻ്റെ കനലുകൾ പതുക്കെ എരിഞ്ഞു തുടങ്ങുകയായി. എല്ലാ അധികാര രൂപങ്ങളെയും വെല്ലുവിളിക്കാൻ മക്കളും മരുമക്കളും പ്രാപ്തി നേടുന്നു. പാതിരാവിലെ മൊയ്തീൻ സ്വന്തം പിതാവായ ഗോപിയെ ആട്ടിയിറക്കുന്നു. നാലുകെട്ട് പൊളിക്കാനായിരുന്ന അപ്പുണ്ണിയെ സംബന്ധിച്ച് അമ്മാവന്മാർക്ക് മാപ്പില്ല. അച്ഛനെ വിഷം കൊടുത്തു കൊന്ന സേതാലിക്കുട്ടിക്ക് തീർച്ചയായും മാപ്പുണ്ട്. മക്കൾക്ക് മൂപ്പെത്തുമ്പോൾ അവർ എന്തായിത്തീരും എന്നതിനെപ്പറ്റി ഈ എഴുത്തുകാരന് കൃത്യമായ കണക്കുണ്ട്. മൂടുപടം എന്ന കഥയിലെ ഈ വാക്യം നോക്കൂ. കൊല്ലങ്ങൾക്ക് മുൻപാണ്. മകൻ യുവാവായിട്ടില്ല, വെറുക്കാൻ പഠിച്ചിട്ടില്ല. പണക്കാരൻ പാവപ്പെട്ടവനെയും നഗരം നാട്ടിൻപുറത്തെയും അച്ഛൻ അമ്മയെയും ക്യാപിറ്റലിസം ഫ്യൂഡലിസത്തെയും കീഴ്പ്പെടുത്തുന്നത് കണ്ടു നിൽക്കുകയായിരുന്നു ഈ എഴുത്തുകാർ എന്ന് അദ്ദേഹത്തിൻ്റെ കഥാലോകം പറയുന്നു. അവിടുത്തെ പുരുഷന്മാർ ജീവിതം തേടി പണം തേടി നഗരങ്ങളിലേക്ക് ചെല്ലുന്നു. തങ്ങളെ നിസ്സാരന്മാരാക്കി അവഗണിച്ചു തള്ളുന്ന പിതൃരൂപങ്ങൾക്കെതിരെയാണ് അവരുടെ മുന്നേറ്റം. നഗരത്തെ കീഴൊതുക്കുന്നതിലൂടെ കഥാകൃത്ത് അച്ഛൻ എന്ന ബിംബത്തെ തോൽപ്പിക്കുകയാവാം. വാസുദേവൻ നായരുടെ മിക്ക കഥാപാത്രങ്ങളുടെ പ്രവൃത്തിയിലും ഇത്തരം ഒരർത്ഥമാനം കുടിയിരിപ്പുണ്ട്. അച്ഛനെ കൊന്ന സേതാലിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് പാത്തുമ വെച്ച ചോറും കറിയും കഴിക്കുമ്പോൾ അപ്പുണ്ണി വിശപ്പ് മാറ്റുകയല്ല, വെറുത്തിരുന്ന എന്തെല്ലാമോ പൊളിച്ചിരുന്ന രസം ഉണ്ണുകയായിരുന്നു. ക്രോധത്തിൻ്റെ വളർത്തുപുത്രനായ ഗോവിന്ദൻകുട്ടി അച്ഛനെപ്പറ്റി ഓർക്കുന്നു പോലുമില്ല. അവരിൽ പലർക്കും അച്ഛൻ്റെയും കാരണവന്മാരുടെയും പാരമ്പര്യത്തിൻ്റെ എല്ലാ രൂപങ്ങളോടും അറപ്പ് തോന്നുന്നു. പലർക്കും ആത്മനിന്ദ സ്വഭാവത്തിൻ്റെ അംശമാണ്. അന്യ സംസ്കാരങ്ങളോടാണെങ്കിൽ അവർക്ക് നിലവിട്ട കമ്പവും. അമ്മ പിൽക്കാലത്ത് സ്വീകരിച്ച പുരുഷന് അപ്പുണ്ണിയുടെ സ്വന്തം വീട്ടിൽ സ്വീകരണമുണ്ട്. ഗോവിന്ദൻകുട്ടി പൊന്നാനിയിൽ ചെന്ന് തൊപ്പിയിട്ട് അബ്ദുള്ളയായി. പൈതൃക നിഷേധത്തിൻ്റെ ഈടിപ്പൽ ആവേഗത്തിൻ്റെ ചക്രം ഭിന്നമായ പദങ്ങളിലൂടെ ഉരുണ്ടുരുണ്ട് മുന്നോട്ടു പോകുന്നു. നഗരത്തിൽ എത്തിപ്പെടുന്നതോടെ വ്യക്തികൾ കാപട്യത്തിലേക്ക് വഴിതിരിയുന്നു എന്നതാണ് എം.ടിയുടെ ഒന്നാമത്തെ പാഠം. കഥാനായകന്മാർ തന്നെ വില്ലന്മാരായി വേഷം മാറി വരുന്ന വിചിത്രമായൊരു താളം അവിടെ കാണാം. അവരുടെ അണിയറ നഗരമാണ്. ഗോപി, സേതു തുടങ്ങിയ നായകരൂപങ്ങൾ ഉദാഹരണം. അസുരവത്തിലെ ശേഖരൻ നായരെയും അയാളുടെ മകൻ കൊച്ചപ്പനെയുമൊക്കെ ചതി പഠിപ്പിച്ചു വിട്ടത് പട്ടണം തന്നെ. മഹാനഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന ചെറുകഥയിലെ സുന്ദരിയായ മിസസ് മാധവി മേനോൻ എന്ന ഭാര്യയെയും ബന്ധനത്തിലെ ഭർത്താവിനെയും മാറ്റിത്തീർക്കുന്നതും നഗരജീവിതം ആണ്. എം.ടി. വാസുദേവൻ നായരുടെ സങ്കല്പത്തിലെ പ്രധാനപ്പെട്ട വില്ലൻ നഗരമാകുന്നു. ചതി ഇപ്പറഞ്ഞ വില്ലൻ്റെ സഹജരീതിയാകുന്നു. എം.ടിയുടെ കഥാപാത്രങ്ങളുടെ ജീവിതഗതിയെ നിയന്ത്രിക്കുന്ന മുഖ്യമായ സംഗതി ചതിയാണ്. ചതിയന്മാരുടെ കഥകളോട് ഈ കഥാകൃത്തിന് അവസാനിക്കാത്ത ആഭിമുഖ്യമുണ്ട്. കൊള്ളരുതായ്മകളെല്ലാം നഗരത്തിൽ മാത്രമാണ് എന്ന് എം.ടി വിചാരിക്കുന്നില്ല. നാട്ടിൻപുറത്തിൻ്റെ ക്രൂരതകളും സ്വാർത്ഥവും അദ്ദേഹത്തിൻ്റെ രചനകളിൽ ആവിഷ്കാരം നേടുന്നുണ്ട്. കുട്ടിയേടത്തിയും വേലായുധനും ഗോവിന്ദൻകുട്ടിയും പീഡിപ്പിക്കപ്പെട്ടത് ഗ്രാമങ്ങളിൽ വച്ചാണല്ലോ. പക്ഷേ ഗ്രാമത്തിൽ അപ്പോഴും ശക്തമായ വ്യക്തിബന്ധങ്ങളുണ്ട്. അയൽപക്കവും സമുദായ മൈത്രിയും ത്യാഗമനസ്ഥിതിയും ക്ഷമയും അവിടെ സ്വാഭാവികമായി തെഴുത്തു വളരുന്നു. ഗ്രാമവാസികൾ കൂട്ടായ്മയുടെ പങ്കുകാരാണ്, ഒറ്റപ്പെട്ട വ്യക്തികളല്ല. വിൽപ്പനയ്ക്ക് എന്ന കഥയിൽ കാണുന്നത് പോലെ നഗരജീവിതത്തിന് സഹജമായ അന്യത്വവും ശൂന്യതയും താങ്ങാനാവാതെ ഒരു മനുഷ്യജീവി സ്വയം ലേലത്തിന് വെക്കേണ്ട ദുരവസ്ഥ തീർച്ചയായും അവിടെയില്ല. ഇവിടെ നഗര കഥാപാത്രങ്ങളെ കാത്തുകിടക്കുന്ന ശനിദശ വേറെയാണ്. കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചതുപോലെ നഗരത്തിനെയും സമ്പത്തിനെയും കീഴടക്കി മിടുക്കന്മാരായി ഉയർന്നു നിൽക്കുമ്പോൾ ആ നിൽപ്പ് എത്രമാത്രം നിരർത്ഥകമാണ് എന്ന് അവർക്ക് വെളിവോരുന്നു. കാലവും വാരിക്കുഴിയും പതനവും പാതിരാവും ബന്ധനവും എല്ലാം അത്തരം മടുപ്പിൻ്റെയും ആത്മനിന്ദയുടെയും കഥകളാണ്. ഒറ്റപ്പെടുകയും സ്വയം അപരിചിതരാവുകയും ചെയ്യുന്ന നിസ്സഹായരായ മനുഷ്യർ, തനിക്ക് തന്നെ അന്യരായിത്തീർന്നവർ. കഥാകൃത്ത് അവർക്കോരോരുത്തർക്കും അയാൾ എന്ന് പേരിടുന്നു. ഇവിടെ ഞാൻ പലപ്പോഴും അയാൾ ആണ്. ഉത്തമ പുരുഷ സർവനാമം
അയാളായി മാറുന്ന ഈ വ്യാകരണ തെറ്റിൽ MTയിലെ പല ശരികളുമുണ്ട്. ഒരു സവിശേഷത വകതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആന്തരമായ ശൂന്യത കൊണ്ട് ദുർബലായിത്തീരുന്നതും ആത്മനിന്ദ അനുഭവിക്കുന്നതും പുരുഷ കഥാപാത്രങ്ങളാണ്. MTയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ താരതമ്യേന കരുത്ത് കൂടുതലുള്ളവരും ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നവരുമാണ്. ദാരിദ്ര്യമോ പുരുഷന്മാരുടെ ചതികളോ അവരെ അങ്ങേയറ്റം ദുഃഖിതരാക്കുന്നുണ്ടാകാം. അതൊന്നും സാമാന്യമായി അവരെ ആത്മനിന്ദയിലേക്ക് നയിക്കുന്നില്ല. ദുഃഖത്തിൻ്റെ ഘനീഭവിച്ച രൂപമായ വിമലയെ നോക്കൂ. ക്ഷമിക്കുവാനും കാത്തിരിക്കുവാനുമുള്ള ആ കരുത്ത് ആത്മനിന്ദയ്ക്ക് ഇടം അനുവദിക്കുന്നില്ല. ഒന്നിനെയും ആരെയും കൂസാത്ത കുട്ടിയേടത്തിക്ക് ശാപം പേടിയില്ല. അവർ ധൈര്യമായി ജീവിക്കുന്നു. സഹി കെടുമ്പോൾ അതേ ധൈര്യത്തോടെ ഒരു തുണ്ട് കയറിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അസുരവത്തിലെ അമ്മയും സഹോദരിയും ഏത് കഷ്ടപ്പാടിലും തൻ്റെ ഇടം വിടാത്തവരാണ്. തറവാടിൻ്റെ മഹത്വം ഓർത്തുകൊണ്ട് പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിച്ച് മരിച്ചു പോകുന്നതിൽ അവർക്കൊരു കേസുമില്ല. അന്യമതക്കാരൻ്റെ കുഞ്ഞിനെ പിഴച്ചു പറയാനുള്ള രോഗമുണ്ടായിട്ടും പാതിരാവിലെ പാത്തുമ്മ പിടിച്ചു നിൽക്കുന്നു. ഇവിടെ തായ്കുലം ക്ഷമയിൽ പുലരുന്നു. ഈ സ്ത്രീ വ്യക്തിത്വത്തിൻ്റെ ആദിമരൂപം കർക്കടകത്തിൽ കാണുന്ന അമ്മ തന്നെ ആയിരിക്കണം. മകനെ പട്ടിണി കിട്ടും ബന്ധുവിനെ സൽക്കരിക്കുന്നതിൽ അവർ കാണിക്കുന്ന അഭിമാനബോധം ഇല്ല. ഈ ലോകത്ത് സ്ത്രീകൾക്ക് ആത്മനിന്ദയില്ല, ദുരിതമേയുള്ളൂ. കരുത്തിൻ്റെ ആരാധകനായ MTയുടെ സ്ത്രീകളും ഗ്രാമീണ കഥാപാത്രങ്ങളും പൊതുവെ കരുത്തരാണ് എന്ന് പറയാം. ദൗർബല്യം അദ്ദേഹം മിക്ക സമയത്തും നഗരത്തിൽ കുടിയേറുന്നവർക്കായി പകുത്തു കൊടുക്കുന്നു. സേതുവിനോളം ആന്തരമായ ശൂന്യത അനുഭവിക്കുന്ന ഒരു സ്ത്രീയോ ഗ്രാമീണനോ വാസുദേവൻ നായരുടെ പ്രപഞ്ചത്തിൽ ഇല്ല. നാട്ടിൻപുറത്തിൻ്റെ മണ്ണിൽ തൊടാതെ നിൽക്കുമ്പോൾ വ്യക്തികളുടെ കരുത്ത് ചോർന്നു പോകുന്നു എന്നാവൂ. സൂര്യൻ്റെ സ്വർണപ്രഭ തേടി നഗരാകാശത്തിലേക്ക് കവരം വീശി വളരുവാൻ നിലവിട്ട് കൊതിക്കുന്നവർ തായ്വേര് നഷ്ടപ്പെടുത്തുന്നു എന്ന് MT പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തായ്വേരിന്റെ ബലം ഡോക്ടർ MN കാരശ്ശേരി ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി ജാലികം ബിജേഷ് പുതുക്കോട് എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഉറങ്ങാൻ കിടന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഉറക്കം വരുന്നില്ല. ജനലിലുമപ്പുറം ആകാശത്തു നിന്നും അർദ്ധചന്ദ്രൻ എത്തി നോക്കുന്നുണ്ട്. അവൻ്റെ നോട്ടത്തിൽ നിന്ന് അകലാൻ മനഃപൂർവ്വം ജനലിൻ്റെ ചില്ലുപാളികൾ അടച്ച് കർട്ടൻ നീക്കി. മുറിയുടെ വാതിലടച്ച് അകത്തു നിന്നും കുറ്റിയിട്ടു. മുറിയിലെ ലൈറ്റുകളെല്ലാം അണച്ച് അകത്തെ ഇരുട്ടിന് കട്ടി കൂട്ടി. എന്നാലും മനസ്സ് ചിന്തകളുടെ ആകാശത്തിലൂടെ ചന്ദ്രനെപ്പോലെ ഒഴുകി നടന്നു. ഉറങ്ങാതെ അങ്ങനെ കിടക്കുമ്പോൾ മുഖത്തേക്ക് എന്തോ വീണ പോലെ തോന്നി. ഉടൻ കൈകൊണ്ട് തട്ടിമാറ്റി ചാടി എണീറ്റു. ലൈറ്റിട്ട് കിടക്കവിരിയും തലേണയും എടുത്തുമാറ്റി കുടഞ്ഞു വിരിക്കുമ്പോഴാണ് ന്യൂട്ടൻ്റെ ഭൂഗുരുത്വാകർഷണ നിയമത്തെ തെല്ലും വില വെക്കാതെ അവൻ ചുമരിലൂടെ മുകളിലേക്ക് അയത്നലളിതമായി ഓടിപ്പോയത്. ചുമരിൻ്റെ ഒരു മൂലയിൽ സീലിങ്ങിനോട് ചേർന്ന് അവൻ ഒരു വല വിരിച്ചിട്ടുണ്ട്. വലയിൽ ഒതുങ്ങുന്ന ചെറു പ്രാണികളെ കാത്ത് അവൻ ഉറങ്ങാതെ കാവലിരിക്കുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ മുറിയിൽ അനുവാദമില്ലാതെ ആരും കയറി വരണത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാലും ഞാനത് സഹിച്ചു. എനിക്ക് വേണമെങ്കിൽ വലയോടൊപ്പം ചൂലുകൊണ്ട് അപ്പോൾ തന്നെ അവൻ്റെ കഥ കഴിക്കാം. വലയിൽ അവനും കട്ടിലിൽ ഞാനും വെറുതെ ഓരോന്നോർത്തു കിടന്നു. ഇടയ്ക്ക് വെച്ചപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ വല മാത്രം. ആ മുറി മുഴുവൻ പരതി നോക്കിയെങ്കിലും അവനെ അവിടെ എങ്ങും കണ്ടുകിട്ടിയില്ല. പ്രഭാതകൃത്യങ്ങൾക്കു ശേഷം വീട്ടുകാർക്കൊപ്പം പ്രാതൽ കഴിക്കാനിരിക്കുമ്പോൾ അവൻ ഡൈനിങ് റൂമിൻ്റെ സീലിങ്ങിനോട് ചേർന്ന് മറ്റൊരു വല നെയ്യുന്നുണ്ടായിരുന്നു. നീ എന്താ നോക്കുന്നേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് നോട്ടം വീട്ടിന് മുന്നിലെ വയലിലേക്കാക്കി. അവിടെ വെള്ളക്കൊക്കുകൾ ചോദ്യചിഹ്നം പോലെ തല കൂർപ്പിച്ച് ചെറുമീനുകളെ തിരയുന്നുണ്ടായിരുന്നു. ഞാനതിനിടയിൽ ഒരു നോട്ടം ഇടംകണ്ണിലൂടെ മേൽച്ചുമരിലേക്ക് നോക്കി. അവനപ്പോൾ ആ വലക്ക് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. എനിക്കിത് അമ്മയോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും പറഞ്ഞില്ല. പറഞ്ഞാലുമില്ലെങ്കിലും ഏറിയാൽ ഒരാഴ്ചത്തെ ജീവിതമേ അവൻ അവിടെ ഉണ്ടാവൂ എന്നെനിക്കുറപ്പായിരുന്നു. എൻ്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ ഇടം കണ്ണിട്ട് അവൻ എന്നെ നോക്കി.
അപ്പോഴേക്കും അവൻ്റെ വലയിൽ ഒരു പ്രാണി കുരുങ്ങിക്കഴിഞ്ഞിരുന്നു. അഴിക്കാൻ ശ്രമിക്കുന്തോറും വല ആ പ്രാണിയെ കൂടുതൽ കുരുക്കിലാക്കിക്കൊണ്ടിരുന്നു. അമ്മ പ്രാതൽ കഴിച്ച് എച്ചിലായ പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നാൽ തിരികെ ചൂലുമായി വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയിരുന്നില്ല. അവൻ വലയിൽ കുരുങ്ങിയ പ്രാണിക്കരികിലേക്ക് നീങ്ങുമ്പോഴേക്കും അമ്മ നീളമുള്ള ചൈനീസ് നിർമ്മിത മാറാമ്പിച്ചൂല് ചുമരിൻ്റെ മൂലക്കിട്ട് കശക്കി. വലയും അവനും വലയിലകപ്പെട്ട ആ കൊച്ചു പ്രാണിയും തങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ചൂലിൽ അമർന്നു. അന്നു രാത്രി എന്തുകൊണ്ടോ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ കട്ടിലിൽ നിന്ന് എണീറ്റ് ചുമരിനരികിലേക്ക് പതുക്കെ നടന്നു. എനിക്കപ്പോൾ ഭാരം കുറയുന്നതായി അനുഭവപ്പെട്ടു. ചുമരിലൂടെ എളുപ്പത്തിൽ മുകളിലേക്ക് കയറാനാവുന്നുണ്ട്. എനിക്കെൻ്റെ കാലുകൾ മെലിഞ്ഞ് നീളം വെക്കുന്നതായി തോന്നി. ചുമരിലൂടെ ഏറ്റവും മുകളിലെത്തി. അവിടെ വെച്ച് ഞാൻ എൻ്റെ കാലുകൾ എണ്ണി നോക്കി. 1 അല്ല, 2 അല്ല, 3 അല്ല, മൊത്തം 8 കാലുകൾ. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ സ്വപ്നങ്ങളുടെ വല നെയ്യാൻ തുടങ്ങി. സീലിങ്ങിനോട് ചേർന്ന എയർ ഹോളിലൂടെ പുറത്തെ ആകാശത്തേക്ക് നോക്കി. നിലാവ് പരന്നൊഴുകുന്നു. ചന്ദ്രൻ അതുവഴി വന്നൊരു കറുത്ത മേഘത്തിനുള്ളിലേക്ക് പെട്ടെന്ന് ഒഴുകി നീങ്ങി. ഇപ്പോൾ എങ്ങും ഇരുട്ടാണ്. മുറിയാകെ ഇരുൾ അതിൻ്റെ അന്ധത പടർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മുറിയിൽ ലൈറ്റ് തെളിഞ്ഞത്. വാതിൽ അടച്ചിരുന്നില്ല. മുള്ളുകൾ പോലെ കൂർത്ത നാരുകളുള്ള മാറാമ്പിച്ചൂല് കുന്തമുന പോലെ എൻ്റെ നേർക്ക് വരുന്നു. മുറിയുടെ സീലിങ്ങിനോട് ചേർന്ന മൂലയിൽ ഒന്നിനുമാവാതെ ഭയന്നു വിറച്ച് തൊണ്ടയിൽ നിന്നും ഒട്ടും ശബ്ദം പുറത്തു വരാതെ ഞാൻ ഉറക്കെ ആർത്തു കരഞ്ഞു. ജാലികം ബിജേഷ് പുതുക്കോട് എഴുതി അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി എം സജീന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം. അലകും പിടിയും. കുട്ടിക്കാലത്തൊരിക്കൽ ബ്ലേഡിൻ്റെ പാതിത്തുണ്ട് ചുള്ളിക്കമ്പിൽ ഉറപ്പിച്ച് അറിയാതെ ചെയ്തു പോയതാണ് ഒരു കുഞ്ഞിക്കത്തി. മിടുക്കൻ, നഖം വെട്ടാം, അത്രയും മതി. ഹാവൂ, അടി കിട്ടിയില്ലല്ലോ, അത്രയും മതി, അത്രമാത്രമേ മതിയുള്ളൂ. ഉറപ്പും ഒതുക്കവും മൂർച്ചയും കൊള്ളാം, പക്ഷേ പിടിയൊരൽപ്പം നീണ്ടാൽ ചുണ പൊട്ടാതെ കടുമാങ്ങ കണ്ണിയിൽ ചെത്താം. അലകൊരൽപ്പം നീണ്ടാൽ തിളയ്ക്കും സാമ്പാറിൻ്റെ കയത്തിൽ അറിയാതെ കഴുത്തു ചെത്തും പോലെ നേരിട്ടു തളിർവേണ്ട. കുട്ടിക്കാലത്തൊരിക്കൽ ബ്ലേഡിൻ്റെ പാതിത്തുണ്ട് ചുള്ളിക്കമ്പിൽ ഉറപ്പിച്ച് അറിയാതെ ചെയ്തു പോയതാണ് ഒരു കുഞ്ഞിക്കത്തി. മിടുക്കൻ, നഖം വെട്ടാം, അത്രയും മതി. ഹാവൂ, അടി കിട്ടിയില്ലല്ലോ, അത്രയും മതി, അത്രമാത്രമേ മതിയുള്ളൂ. ഉറപ്പും ഒതുക്കവും മൂർച്ചയും കൊള്ളാം, പക്ഷേ പിടിയൊരൽപ്പം നീണ്ടാൽ ചുണപൊട്ടാതെ കടുമാങ്ങ കണ്ണിയിൽ ചെത്താം. അലകൊരൽപ്പം നീണ്ടാൽ തിളയ്ക്കും സാമ്പാറിൻ്റെ കയത്തിൽ അറിയാതെ കഴുത്തു ചെത്തും പോലെ നേരിട്ടു തളിർവേണ്ട. അലകിത്തിരി കൂടി, പിടിയൊരൽപ്പം കൂടി, മുറ്റത്തു മുളയ്ക്കുന്ന മുക്കുറ്റിത്തലപ്പുകൾ, മുത്തങ്ങപ്പുല്ലിൻ തണ്ട്, പടിക്കൽ കാലിൽ തോണ്ടിച്ചൊറിയും കൊടിത്തൂവ, വഴിയിൽ കണ്ണിൽ കുത്തും ഒടിച്ചുകുത്തിക്കമ്പ്, അടുത്ത പറമ്പിൽ നിന്ന് അതിർത്തിയോർമ്മിക്കാതെ നീളുന്ന മാവിൻ കൊമ്പ്, വഴിമറയ്ക്കും അടിക്കാട്. അലകിത്തിരി കൂടി, പിടിയൊരൽപ്പം കൂടി, മുറ്റത്തു മുളയ്ക്കുന്ന മുക്കുറ്റിത്തലപ്പുകൾ, മുത്തങ്ങപ്പുല്ലിൻ തണ്ട്, പടിക്കൽ കാലിൽ തോണ്ടിച്ചൊറിയും കൊടിത്തൂവ, വഴിയിൽ കണ്ണിൽ കുത്തും ഒടിച്ചുകുത്തിക്കമ്പ്, അടുത്ത പറമ്പിൽ നിന്ന് അതിർത്തിയോർമ്മിക്കാതെ നീളുന്ന മാവിൻ കൊമ്പ്, വഴിമറയ്ക്കും അടിക്കാട്. കുത്തന മുകളിലേക്ക് ഒറ്റയ്ക്കു പുളയ്ക്കുന്ന തായ്തടിക്ക് എതിർ നിൽക്കും കുലം കുത്തിതൻ വമ്പ്. കുത്തന മുകളിലേക്ക് ഒറ്റയ്ക്കു പുളയ്ക്കുന്ന തായ്തടിക്ക് എതിർ നിൽക്കും കുലം കുത്തിതൻ വമ്പ്. ഓരോരോ കാലങ്ങളിൽ വെള്ളാരങ്കല്ലിൽ തേച്ചു വായ്ത്തലമിനുക്കിയും അലകൊരൽപ്പം കൂടി, പിടിയൊരൽപ്പം കൂടി, തിളങ്ങിക്കനം വെച്ചും ഇന്നെൻ്റെ കുഞ്ഞിക്കത്തി കൊടുവാളായിപ്പോയി. നഖവും പല്ലും നീണ്ട് പുലിയായി മറഞ്ഞു ഞാൻ. ഓരോരോ കാലങ്ങളിൽ വെള്ളാരങ്കല്ലിൽ തേച്ചു വായ്ത്തലമിനുക്കിയും അലകൊരൽപ്പം കൂടി, പിടിയൊരൽപ്പം കൂടി, തിളങ്ങിക്കനം വെച്ചും ഇന്നെൻ്റെ കുഞ്ഞിക്കത്തി കൊടുവാളായിപ്പോയി. നഖവും പല്ലും നീണ്ട് പുലിയായി മറഞ്ഞു ഞാൻ.
എം സജീന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത കേട്ടല്ലോ. ഇനി അമ്മയുടെ ഹൃദയം, നാസർ കക്കട്ടിലിന്റെ കഥ കേൾക്കാം. പുതിയ വീടിൻ്റെ അകത്തളങ്ങളിലെ കൊത്തുപണികളും അലങ്കാരങ്ങളും അയാളെ വിസ്മയിപ്പിച്ചു. 3000-ഓളം സ്ക്വയർ ഫീറ്റിൽ പണിത വീടിൻ്റെ ക്രെഡിറ്റ് മുഴുവനും അയാൾ ഭാര്യയ്ക്കാണ് നൽകിയത്. പഴയ തറവാട് വീട് പൊളിച്ച് പുതിയൊരു വീട് പണിയാൻ തീരുമാനിക്കുകയായിരുന്നു. ഇളയ സന്തതിയായ അയാൾക്കായിരുന്നു തറവാട് ലഭിച്ചത്. ഓലമേഞ്ഞ ചെറിയൊരു വീടായിരുന്നു ആദ്യമത്. കുടുസായ 2 മുറികൾ മാത്രമുള്ള ചെറിയ വീട്. ജ്യേഷ്ഠന്മാർ വലുതായപ്പോൾ, വിവാഹപ്രായമായപ്പോൾ വീടിനോട് ചേർന്ന് മുറികളെടുപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം ഓല മാറ്റി ഓടും വെപ്പിച്ചു. ഇതൊക്കെ അയാളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ജീവനുള്ള ഓർമ്മകളാണ്. ചിമ്മിനി വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിന് വഴിമാറി വൈദ്യുതി വിളക്കുകൾ വീട്ടിൽ തെളിഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പ്രയാസമായിരുന്നു. കൂലിപ്പണിക്കാരനായ അച്ഛൻ അസുഖം വന്ന് മരണപ്പെട്ടതോടെ അമ്മയായിരുന്നു 5 മക്കളെയും കൂലിവേല ചെയ്ത് ഏറെ കഷ്ടപ്പെട്ട് വളർത്തിയത്. മരണം വരെ അമ്മയ്ക്ക് വിശ്രമമില്ലായിരുന്നു. ജീവിതത്തിൽ സുഖമെന്തെന്ന് അമ്മ അറിഞ്ഞിട്ടില്ല. ജ്യേഷ്ഠന്മാരൊക്കെ കല്യാണം കഴിഞ്ഞ് 2-3 കുട്ടികളായപ്പോൾ മാറി താമസിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. ബാങ്കിൽ കൊടുക്കാനുള്ള ഹൗസിംഗ് ലോണിൻ്റെ പേപ്പറുകൾ ശരിയാക്കുന്ന തിരക്കിനിടയിലായിരുന്നു ഗൾഫിലേക്കുള്ള വിസ ശരിയായത്. ജോർജ് കുട്ടി സാറിൻ്റെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിംഗ് മാനേജരായി ജോലി ചെയ്യവെയാണ് ഗൾഫിൽ തുടങ്ങുന്ന പുതിയ സംരംഭത്തെക്കുറിച്ച് അയാൾ പറഞ്ഞത്. വർഷങ്ങളായി ഷാർജയിൽ ബിസിനസ് ശൃംഖലയുള്ള ജോർജ് കുട്ടി സാറിൻ്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു ക്ഷണിച്ചത്. നാട്ടിലെ സ്ഥാപനത്തിലെ സേവനത്തിൽ അയാൾ കാണിച്ച ആത്മാർത്ഥതയും സത്യസന്ധതയുമായിരുന്നു ഇതിനു കാരണം. ഗൾഫിലേക്ക് പോകണോ വേണ്ടയോ എന്ന് ശങ്കിച്ചു നിൽക്കവെയാണ് ഭാര്യ പറഞ്ഞത്. നല്ല ജോലിയാണെങ്കിൽ ലോൺ എടുക്കാതെ നമ്മൾക്ക് വീടെടുക്കാമല്ലോ ചേട്ടാ എന്ന്. മാത്രമല്ല, ഈ 10 സെൻറ്റ് സ്ഥലത്ത് വീടെടുത്താൽ തിരിയാനും മറിയാനും സ്ഥലമുണ്ടാവില്ല. കിണർ, വിറകുപുര, വേസ്റ്റിടാൻ പോലും സ്ഥലം കാണില്ല. പറമ്പിനോട് തൊട്ടുകിടക്കുന്ന അടുത്തിടെ മരണപ്പെട്ട കേശവൻ നായരുടെ സ്ഥലം വെറുതെയിട്ടിരിക്കുകയാണ്. അയാളുടെ മക്കളൊക്കെ വിദേശത്ത് താമസമാണ്. വന്നാൽ തന്നെ തറവാട്ട് വീട്ടിൽ ആരും വരാറില്ല. നഗരത്തിൽ സ്വന്തമായി വാങ്ങിയ ഫ്ലാറ്റിലാണ് താമസിക്കാറ്. നോക്കാനാളില്ലാതെ കാടുകയറിക്കിടക്കുന്ന സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്ന് ആരോ പറയുന്നത് കേട്ടു. അതിൽ നിന്നും ഒരു 10 സെൻറ്റ് വാങ്ങിയാൽ നമുക്ക് വലിയ സൗകര്യമായിരിക്കും. അവളുടെ കണക്കുകൂട്ടലുകൾ ശരിയായിരുന്നു. ഗൾഫിലെത്തിയപ്പോൾ ചിലവെല്ലാം കഴിച്ച് മാസം തോറും 1 ലക്ഷത്തോളം രൂപ ശമ്പളത്തിൽ നിന്നും മിച്ചം വെക്കാൻ കഴിഞ്ഞു. വീടുപണി തൽക്കാലം മരവിപ്പിച്ച് വീടിനോട് തൊട്ടുകിടക്കുന്ന കേശവൻ നായരുടെ സ്ഥലം വാങ്ങുകയായിരുന്നു. ഭാഗ്യം വരുമ്പോൾ എല്ലാം ഒന്നിച്ച് എന്ന് പറഞ്ഞതുപോലെ PSC റാങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്ന ഭാര്യയ്ക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻ്റായിട്ട് നിയമനവും കിട്ടി. പഴയ തറവാട് വീട് പൊളിച്ച അതേ സ്ഥാനത്തു തന്നെയാണ് പുതിയ വീട് ഉയർന്നിരിക്കുന്നത്. 1700 സ്ക്വയർ ഫീറ്റുള്ള പ്ലാൻ പിന്നീട് 3000 ആവുകയായിരുന്നു. 80 ലക്ഷത്തോളം ആകെ ചിലവായി. വീടിൻ്റെ പ്ലാൻ തിരഞ്ഞെടുത്തതും സുഹൃത്തായ എഞ്ചിനീയറെ ഏൽപ്പിച്ചതും 3 വർഷം മുമ്പ് നാട്ടിൽ വന്നപ്പോൾ അയാൾ ചെയ്തതാണ്. പിന്നീടെല്ലാം ചെയ്തത് ഭാര്യയായിരുന്നു. വീട് നിർമ്മിക്കാൻ ആവശ്യമായ കല്ലും സിമൻറ്റും കമ്പിയും വാങ്ങിയതും തൊഴിലാളികളെ കണ്ടെത്തലും എല്ലാം അവൾ തന്നെ. ഓരോ കാര്യങ്ങൾക്കും ഫോൺ വിളിച്ച് അയാളുടെ അഭിപ്രായം ആരായും എന്ന് മാത്രം. അയാൾക്കു തന്നെ അത്ഭുതമായിരുന്നു. സ്കൂളിൽ പോകുന്നതിനിടയിൽ ഇതെല്ലാം അവൾ എങ്ങനെ ചെയ്യുന്നു എന്നോർത്ത്. ഇപ്പോൾ നാട്ടിൽ 1 മാസത്തെ ലീവിന് വന്നത് ഹൗസ് വാമിംഗ് നടത്താനാണ്. ഇന്നലെയാണ് നാട്ടിലെത്തിയത്. ഒഴിച്ചുകൂടാത്ത എന്തോ കാരണം കൊണ്ടാണ് ഭാര്യ ഇന്ന് സ്കൂളിൽ പോയത്. വീട്ടിൽ നിന്നും 20 കിലോമീറ്റർ ദൂരമുണ്ട് സ്കൂളിലേക്ക്. ഉച്ചയ്ക്ക് ശേഷം ലീവെടുത്ത് വരാമെന്ന് പറഞ്ഞിരുന്നു. ലീവെടുത്താലും വീട്ടിലെത്തുമ്പോൾ 3 മണി കഴിയും. അതുവരെ സമയം തള്ളി നീക്കാൻ പ്രയാസപ്പെടുകയാണ്. അച്ഛൻ വന്ന സന്തോഷത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ശിവാനി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അവൾ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി 2 പേർക്കുമുള്ള ഭക്ഷണം എടുത്തുവെക്കുന്ന തിരക്കിലാണ്. ഭാര്യ അതിരാവിലെ എഴുന്നേറ്റ് ചോറും കറിയും തയ്യാറാക്കി. എല്ലാം മകളെ ഏൽപ്പിച്ചാണ് പോയത്. ഡൈനിങ് ടേബിളിൽ ഭക്ഷണം നിരത്തി മകൾ അച്ഛനെ വിളിച്ചു. 2 പേരും ഭക്ഷണം കഴിക്കാനിരുന്നു. അയാൾ ആർത്തിയോടെയാണ് ഇരിക്കുന്നത്. എത്ര നാളായി തേങ്ങയരച്ച നാടൻ മീൻകറിയും കൂട്ടി ചോറ് കഴിച്ചിട്ട്. മീൻകറിയുടെ പാത്രത്തിൻ്റെ അടപ്പ് തുറന്നപ്പോഴുണ്ടായ ഉലുവ വറവിട്ട മണം
വായിൽ വെള്ളം നിറച്ചു. അന്നേരമാണ് അയാൾ അമ്മയുടെ മീൻകറിയെക്കുറിച്ച് ഓർത്തത്. അമ്മയുടെ മീൻകറിക്ക് പ്രത്യേക രുചി തന്നെയായിരുന്നു. അത്രയ്ക്ക് കൈപുണ്യമായിരുന്നു അമ്മയ്ക്ക്. പെട്ടെന്നാണ് അയാളുടെ മനസ്സിലേക്ക് അത് ഓർമ്മ വന്നത്. ഭക്ഷണം കഴിച്ച് കൈ കഴുകി അയാൾ ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു. അയാളുടെ കണ്ണുകൾ അടുക്കളയുടെ മുക്കിലും മൂലയിലും പരതുകയാണ്. പാത്രങ്ങളുമായി അടുക്കളയിലേക്ക് വന്ന മകൾ അച്ഛൻ എന്താണ് തിരയുന്നതെന്ന് അന്വേഷിച്ചു. നമ്മുടെ പഴയ വീട്ടിലെ അമ്മ എവിടെയാണ് വെച്ചത് മോളെ? അയാൾ ആകാംക്ഷയോടെ ചോദിക്കുകയായിരുന്നു. അന്നേരമാണ് മകളും അതിനെക്കുറിച്ച് ആലോചിച്ചത്. എവിടെയും കണ്ടതായി അവൾ ഓർക്കുന്നില്ല. വിറക് കൂടയിലും വീടിൻ്റെ പരിസരവുമെല്ലാം അവൾ അരിച്ചു പെറുക്കുകയാണ്. അതിനിടയിൽ മകൾ ചോദിച്ചു, ഗ്രൈൻഡർ ഉള്ളപ്പോൾ എന്തിനാച്ചാ പഴയ അമ്മി വെറുതെ സ്ഥലം മുടക്കാൻ? അയാളൊന്നും പറഞ്ഞില്ല. അരച്ചരച്ച് തേയ്മാനം വന്ന് പ്രതലം കൊഴിഞ്ഞ പഴയൊരു കല്ല് മാത്രമല്ല അയാൾക്കത്. അമ്മയെക്കുറിച്ചുള്ള ജീവിക്കുന്ന ഓർമ്മയാണ്. പറക്കമുറ്റാത്ത 5 കുഞ്ഞുങ്ങളെ അനാഥരാക്കി അച്ഛൻ പോയപ്പോൾ അമ്മയ്ക്ക് തുണ ആ അമ്മയായിരുന്നു. മക്കളെ പോറ്റാൻ അമ്മ വഴി കണ്ടെത്തിയത് ഹോട്ടലുകളിലേക്ക് തേങ്ങയും അരിയും അരച്ചു കൊടുത്തിട്ട് കിട്ടുന്ന പണം കൊണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞാൽ മകൾക്ക് മനസ്സിലാവില്ല. വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അമ്മമ്മ ഉപയോഗിച്ച അമ്മിയാ മോളെ അത്. എനിക്കത് പ്രിയപ്പെട്ടതാണ്. പുലരാൻ നേരത്ത് അടുക്കളയിൽ നിന്നും ഉള്ള അതിൻ്റെ ശബ്ദം കേട്ടാണ് മോളെ ഞങ്ങൾ ഉണർന്നത്. പക്ഷെ അച്ഛാ, ഇപ്പോഴതിനെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ. അവൾ ചിരിച്ചുകൊണ്ട് പറയുകയായിരുന്നു. പ്രയോജനമില്ലാതാകുമ്പോൾ ഈ അച്ഛനെ മോള് ഉപേക്ഷിക്കുമോ? വികാര പാരിവശ്യത്തോടെയുള്ള അയാളുടെ ചോദ്യം അവളെ പ്രയാസത്തിലാക്കി. അവൾ അത്രത്തോളം ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അന്നേരമാണ് ഭാര്യയുടെ ഫോൺ. ഡിഡിയുടെ വിസിറ്റ് ഉള്ളതിനാൽ ഉച്ചയ്ക്ക് ലീവെടുക്കാൻ പറ്റില്ല എന്നറിയിച്ചുകൊണ്ടായിരുന്നു. അയാൾ പൊടുന്നനെ ചോദിക്കുകയായിരുന്നു, അനുശ്രീ, നമ്മുടെ അമ്മി അടുക്കളയിൽ കാണുന്നില്ലല്ലോ. അവൾ നിസ്സാരഭാവത്തിൽ പറഞ്ഞു, ഒരു പ്രയോജനവുമില്ലാത്ത തേഞ്ഞ് വക്കുപൊട്ടിയ അമ്മിയായിരുന്നില്ലേ അത്? എന്താ അതിൽ വല്ല നിധിയോ മറ്റോ ഉണ്ടോ ചേട്ടാ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്തിനാ ചേട്ടാ ഗ്രൈൻഡർ ഉള്ളപ്പോൾ? അയാൾ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു. ശരിയാണ്, പക്ഷേ അതെവിടെ? ചേട്ടന് കാണണോ? അതോ ഞാൻ വന്നിട്ട് കാണിച്ചു തന്നാൽ പോരെ? അയാൾ പറഞ്ഞു. പോരാ. ശരി, ഇപ്പോൾ ചേട്ടൻ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ വിറകൂടേക്കടുത്ത്. എന്നാൽ വീടിൻ്റെ തെക്ക് ഭാഗത്തേക്ക് നടക്കൂ. അയാൾ ധൃതിയിൽ നടന്നു. ചേട്ടൻ എത്തിയോ? അതെ. അവിടെ നിന്നും മുറ്റക്കുള്ള കയറൂ. കയറി. പുറത്തുള്ള കക്കൂസിനെ ലക്ഷ്യമാക്കി നടന്നേ, കക്കൂസിൽ കയറേണ്ടതില്ല. അയാൾ കക്കൂസിൻ്റെ വെളിയിൽ നിന്നും. അവൾ പറഞ്ഞു, ഇനി നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന സ്റ്റെപ്പൊന്ന് നോക്കിയേ. താഴോട്ട് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അമ്മയുടെ ഹൃദയത്തിലായിരുന്നു അയാൾ ചവിട്ടി നിന്നത്. അമ്മയുടെ ഹൃദയം നാസർ കക്കട്ടിൽ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗം സമാപിക്കുന്നു.